നമ്മളൊരു വലിയ പ്രോജക്റ്റിൻ്റെ പണിപ്പുരയിലാണ്. ഈ തവണത്തെ ഈ 5 വർഷത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റുകളിലൊന്ന് തീർച്ചയായിട്ടും ബാക്ക് ടു റൂട്ട്സ് എന്ന പേരിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന കുരുമുളക് കൃഷിയുടെ വ്യാപനവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. ജിയോ പൊളിറ്റിക്സ് മാറുകയാണ്. ലോകമാകെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം സംജാതമാകുന്നു. ആളുകളൊക്കെ വലിയ ഭീതിയിലാണ്. വലിയ മടങ്ങിവരവ് നമ്മുടെ പ്രവാസി സമൂഹത്തിലുണ്ടാകുന്നു. അപ്പോൾ നമ്മളൊക്കെ തന്നെ ഓരോ വീടും ആശ്രയിക്കുന്നത് പ്രവാസി സമൂഹത്തെയാണ്. അങ്ങനെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ നാടിനെ ഇക്കണോമിക്കലി നിലനിർത്തേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം, ഒരു ഫൈനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതോടൊപ്പം നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ ഇന്ന് കാർബൺ എമിഷൻ്റെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടിനും ഒരു പരിഹാരം എന്ന നിലയിലാണ് നമ്മൾ പണ്ട് ലോകം മുഴുവനുമുള്ള കച്ചവടക്കാർ, കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ കുരുമുളക് തേടി, സ്പൈസസ് തേടിയിട്ടാണ് ലോകം മുഴുവനുമുള്ള വലിയ വലിയ സാമ്രാജ്യത്വ ശക്തികൾ കേരളത്തിലേക്ക് വന്നത്. ആ മണ്ണും ആ മനുഷ്യരും ഇപ്പോഴും ഇവിടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇനി ലോകത്തിന് മുമ്പിലേക്ക് കേരളം ഒരു പുതിയ മോഡൽ ഉണ്ടാക്കണം. ആ മോഡലാണ് നമ്മൾ കുരുമുളക് കൃഷിയിലൂടെ വ്യാപിപ്പിക്കുന്നത്. 30,000 കർഷകർക്ക് അടുത്ത പദ്ധതിയിലൂടെ എല്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഇത് കൊണ്ടുവരും. നമ്മുടെ 6 പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റിയിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട പ്രോജക്റ്റ് എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും കുരുമുളക് കൃഷി ആരംഭിക്കുക എന്നുള്ളതാണ്. പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും തൈകൾ വിതരണം ചെയ്യും. അതുപോലെ നമ്മളത് വളർത്താനുള്ള പോളുകൾ വിതരണം ചെയ്യും. ഒരു പോളിൽ 4 ചെടികൾ വീതം 7 പോളുകൾ ഒരു വീട്ടിലേക്ക് കൊടുക്കാനാണ് പ്രാഥമികമായിട്ട് ആലോചിക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഒരു വീട്ടിലേക്ക് ശരാശരി 40,000 രൂപ വരെ വർഷത്തിൽ അവർക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇത് കുട്ടികൾ, ഞാൻ വിചാരിക്കുന്നത് കുട്ടികൾക്കൊരു ചെടി, പ്രായമുള്ളവർക്കൊരു ചെടി, അവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഒരു ചെടി, അങ്ങനെ ഒരു സോഷ്യലൈസ് ചെയ്ത് നമ്മളൊക്കെ അതിൻ്റെ സംരക്ഷകരായി, അതിൻ്റെ ഭാഗമായി നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ നാടൊരു മാതൃകയാക്കാൻ സാധിക്കും. പെരിന്തൽമണ്ണ മോഡൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി കൃഷിയിലും ഒരു പെരിന്തൽമണ്ണ മോഡൽ ഉണ്ടാക്കി ലോകത്തിന് മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. ഇപ്പം തന്നെ നമ്മുടെ സ്പൈസസിൻ്റെ, പ്രത്യേകിച്ച് കുരുമുളകിൻ്റെ കൃഷിയിൽ 20% ഡിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒരു ആക്സിലറേറ്റ് ചെയ്യാൻ കൂടി നമുക്ക് കഴിയും. ഇത് 30,000 ചെടികൾ 7 വീതം പൂളുകളിൽ 4 വീതം ചെടികൾ വെച്ച് ഉണ്ടായാൽ ഏതാണ്ട് 9 ലക്ഷത്തോളം തൈകൾ നമുക്ക് ഇത്തവണ വിതരണം ചെയ്യാനുണ്ട്. അത് കാർബൺ ക്രെഡിറ്റിലേക്ക് നമ്മുടെ മണ്ഡലത്തിൽ കൊണ്ടുപോകും. അപ്പോൾ ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയ, ഒരു കാർബൺ ന്യൂട്രലായ അല്ലെങ്കിൽ കാർബൺ മൈനസ് ആയ ഒരു നിയോജക മണ്ഡലമായി നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയും. അതുവഴി നമ്മളുടെ ഒരു ഇക്കോണമിയെ, ലോക്കൽ ഇക്കോണമിയെ നമുക്ക് റിജനുവേറ്റ് ചെയ്യാനും കഴിയും. ഇതാണ് പ്രോജക്റ്റ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.